ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാൻഡ്മെയ്ഡ് ടേൽസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ന്യൂസ് പേപ്പറും കാർഡ്ബോർഡും വെച്ചിട്ട് ഒരു ഫ്ലവർ വേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പേപ്പർ റോള് വേണം. നമുക്ക് എന്തെങ്കിലും ഫോയിലോ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പർ റോള് മതി. പിന്നെ കാർഡ്ബോർഡ് വേണം. കാർഡ്ബോർഡ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് 8 പീസ് വേണം. അത് 8 പീസ് നമ്മൾ 8 ഭാഗത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടിക്കുകയാണ്. അപ്പം നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് എല്ലാം ഇതിന് ചുറ്റും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗം ഒരു പേപ്പർ 4 മടക്കി അത് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കൂടിയും ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടുണ്ട്. പേപ്പർ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് പെർഫെക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ായിട്ട് നമ്മൾ ചെയ്യുന്നത് ന്യൂസ് പേപ്പർ കീറിയെടുക്കുക. ന്യൂസ് പേപ്പർ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ന്യൂസ് പേപ്പർ കീറിയെടുക്കുക, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഫെവിക്കോള് 1 ടീസ്പൂൺ ഫെവിക്കോളിൽ 2 ടീസ്പൂൺ വെള്ളം ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഈ പേപ്പർ പീസുകളും നമ്മൾ ഈ ഫെവിക്കോളിൽ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഒരു 10 ലെയറോളം പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 6 ലെയറെങ്കിലും ഒട്ടിച്ചിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കുത്തുമ്പോൾ അത് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകും, കീറിപ്പോകാനും സാധ്യതയുണ്ട്. എനിക്ക് ചെയ്തപ്പോൾ പറ്റിയ ഒരു അബദ്ധം, ഞാൻ ഫെവിക്കോളിൽ ഫസ്റ്റ് തന്നെ ഞാൻ പേപ്പർ ഡിപ്പ് ചെയ്തെടുത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ലെയർ ഒട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫെവിക്കോള് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ, കാരണം ന്യൂസ് പേപ്പർ കുറച്ച് കട്ടിയുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ലെയർ ഒട്ടിക്കുമ്പം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലെ പേജോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യുന്നതിനായിട്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു, അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് ലെയർ ചെയ്യാം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും തേർഡ് ലെയർ ചെയ്യുക. അങ്ങനെ ഒരു മിനിമം ഒരു 5-6 ലെയറെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. എങ്കിലും മാത്രമേ നമുക്ക് പെർഫെക്ഷനോട് കൂടി നമുക്കൊരു ഫൈനൽ ലുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെനിക്ക് വളരെ വലിയൊരു എനർജിയാണ് തന്നത്. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് തീർച്ചയായിട്ടും എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ദെൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് ലെയറും ഇങ്ങനെ ഒട്ടിച്ചു. ഇനി പേപ്പറൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മളുടെ ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും ബ്രഷിന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ഈ വൈറ്റ് ആയിട്ടുള്ളൊരു വേസ് ചെയ്യാം എന്നാണ്. എന്നിട്ട് അതിലൊരു ഫ്ലവർ ഡിസൈൻ വരയ്ക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉമ്മച്ചി പറഞ്ഞു ഇത് വൈറ്റ് ആയതുകൊണ്ട് പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, പിന്നെ പേപ്പറാണ്, ഇപ്പോൾ നമുക്ക് കഴുകാനും പറ്റില്ല. അങ്ങനെ ഞാൻ പ്ലാൻ ബി ആക്കി.
അപ്പം നമുക്ക് കാണാം എന്താ പിന്നെ ചെയ്തതെന്ന്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇതിന് ഒരു കോട്ട് ബ്ലാക്ക് അക്രിലിക് കൊടുത്തു. അതിന് ശേഷം ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മെറ്റാലിക് കോപ്പർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്പോഞ്ച് ബ്രഷിനോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടോ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പോഞ്ച് ബ്രഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, നല്ലൊരു ടെക്സ്ചറും ഫിനിഷിങ്ങും കിട്ടും. പിന്നെ ഈ സ്പോഞ്ച് ബ്രഷ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുള്ള ഫ്ലവേഴ്സും നമ്മൾ ഉണ്ടാക്കിയതാണ്, മുൻപ് വീഡിയോ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അതുപോലെ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.